മിനിസ്റ്റർ അതിനുശേഷം ആ കുടുംബത്തിലെ അതായത് ആ മകളോടോ ഭർത്താവിനോടോ നേരത്തെ മിനിസ്റ്റർ എന്ന് സൂചിപ്പിച്ചു ആ മരിച്ച സ്ത്രീയുടെ ഹസ്ബൻഡ് അവിടെ ഇല്ലായിരുന്നു എന്ന് മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ആ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ആ കുടുംബത്തിലുള്ളവരോട് മിനിസ്റ്റർ സംസാരിച്ചു. ഇന്ന് രാവിലെ ആ കുടുംബത്തിലെ അദ്ദേഹം പറഞ്ഞത് അവിടെ 2 മന്ത്രിമാർ വന്നു, മുഖ്യമന്ത്രി വന്നിട്ട് പോയി, തങ്ങളോട് ഒരു അക്ഷരം പോലും അവർ സംസാരിച്ചില്ല എന്നൊരു പരാതിയും പരിഭവമാണ്. ദീർഘകാലമായി അവരോട് സംസാരിക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ സംസാരിച്ച് കാര്യങ്ങൾ ഒപ്പം ആശുവിനെ നടത്തി ഞങ്ങളവിടെ ഉണ്ട്. അവിടെ ചുറ്റുപാരം പ്രക്ഷോഭക്കാരെ നിൽക്കുക. പ്രക്ഷോഭക്കാർക്കുള്ള ആവശ്യം എന്താ? ബഹളം കൂട്ടി ഒരു ഷോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ചാനലുകാരെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരുമായി ആശുവിനെ നടത്തി അവരങ്ങോട്ട് ആവശ്യപ്പെട്ടത് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വിടണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ആ ബോഡി കയറ്റി വിട്ടുമ്പോഴും ബോഡിയുടെ മുമ്പിൽ വന്ന് വിലങ്ങിടുകയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ? ബോഡിയുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് MLA ഉൾപ്പെടെ കയറി വണ്ടിയുടെ ബോണറ്റിൽ കയറിയിരുന്നു. അത് കൊണ്ടുപോകാൻ പറ്റിയാലെന്ന് പറഞ്ഞു. അപ്പോൾ അത് രാഷ്ട്രീയം കളിക്കുന്ന രൂപത്തിലേക്ക് വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയവിനിമയം നടത്തേണ്ട രൂപത്തിൽ തന്നെ ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരുടെ ബന്ധുക്കളുമായിട്ട് അപ്പം തന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടായിരുന്നത്. ആ സംസാരിച്ച് അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി വിടണം. പോസ്റ്റ്മോർട്ടം നടത്തി വിട്ടു. തുടർന്നുള്ള 3 കാര്യം അവർ ഡിമാൻഡ് ചെയ്തു. ആ 3 കാര്യം: ഒന്ന്, ആ കുട്ടിയുടെ ചികിത്സ ഭാവിയിൽ അത് പൂർണ്ണമായി ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇതിന് ആവശ്യമായ ധനസഹായം അത് ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആലോചിച്ച് ക്യാബിനറ്റിൽ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. 3, ഈ കാര്യത്തിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടാക്കണം, അത് ഭാവിയിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. ഈ 3 കാര്യവും ആശയവിനിമയം നടത്തി കഴിഞ്ഞു. ഞാൻ അതിന് ശേഷം അവരോട് പറഞ്ഞു ഇന്ന് തന്നെ അവരുടെ വീട്ടിൽ ചെല്ലുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വൈകുന്നേരം പോവുകയും ചെയ്യും അവരുടെ വീട്ടിൽ. അപ്പോൾ ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അപ്പം തന്നെ അവരുടെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തിയാണ് ഈ കാര്യങ്ങൾ പോയി. മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞൊരു കാര്യം, അതായത് വേസ്റ്റ് ഇട്ട് വെച്ച സ്ഥലമാണെന്ന് മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞിരുന്നു. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ മിനിസ്റ്റർ പറയുന്നത്? അത് പറയാൻ സാഹചര്യം അവിടുത്തെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ റൂം തുറക്കാറില്ല, അവിടെ പല രൂപത്തിലുള്ള ഈ ഉപകരണങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയായിരുന്നു, അങ്ങോട്ടാരും പോകാറില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അവർ അവിടെ അധികൃതരാണല്ലോ നോക്കുന്നത്, നമ്മളിപ്പോഴും അവിടെ പോയി നോക്കുന്നില്ലല്ലോ. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം അത് സൂചിപ്പിച്ചത്. കാരണം സ്ഥിരമായി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് അവർ ക്ലോസ് ചെയ്തത്. പക്ഷേ ഇടയ്ക്ക് ആളുകൾ വന്ന് അത് തുറന്നു കയറും. ഇതാണ് സംഭവം എന്നാണ് അന്നേരം ഞങ്ങളോട് പറയുന്നത്. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്.